നമസ്കാരം. എല്ലാവർക്കും നക്ഷത്ര വോയിസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചില സമയങ്ങൾ സാധാരണ സമയമല്ല. ചില നിമിഷങ്ങൾ ദേവീയ ശക്തി മനുഷ്യന്റെ ലോകത്തേക്ക് ഇറങ്ങി വരുന്ന പവിത്ര നാളുകളാണ്. ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കുന്നത് കാളിയാമം എന്ന അതിദിവ്യ ഘട്ടത്തെക്കുറിച്ചും അത് ഭദ്രകാളി പൂജയ്ക്ക് എന്തുകൊണ്ട് അത്രയും ശക്തി നൽകുന്നു എന്നതിനെക്കുറിച്ചുമാണ്. കാളിയാമം സമയം മാത്രമല്ല, ഒരു ദിവ്യവാതിൽ കൂടിയാണ്. അർദ്ധരാത്രി 12 മണി മുതൽ പുലർച്ചെ 3 മണി വരെ വരുന്ന സമയമാണ് കാളിയാമം എന്ന് വിശ്വസിക്കുന്നു. ഹിന്ദു തന്ത്രഗ്രന്ഥങ്ങളും ആചാര പദ്ധതികളും പറയുന്നത് ഈ 3 മണിക്കൂറുകളിൽ ദേവിയുടെ ഇന്ദ്രിയ ശക്തിയുടെ കാലം. ഈ സമയത്ത് മനുഷ്യമനത്തിൻ്റെ ചഞ്ചലത കുറഞ്ഞിരിക്കും. പ്രകൃതിയുടെ താമസിക ശക്തി ശക്തമാകും. ജാഗരൂകമായ ചൈതന്യശക്തി ഉയർന്നിരിക്കും. ആത്മീയ ഗുരുക്കന്മാർ പറയുന്നത് കാളിയാമത്തിൽ ചെയ്ത ധ്യാനം പകൽ ചെയ്ത ധ്യാനത്തിൻ്റെ ഇരട്ടിയിലധികം ശക്തിയുള്ളതാണ്. എന്തുകൊണ്ടാണ് ഭദ്രകാളിക്ക് ഈ സമയം അതിപ്രധാനമായത്? ഭദ്രകാളി ശക്തിയുടെ രൂപവും ഉഗ്രമൂർത്തിയുമാണ്. തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്ന സത്യം, ഉഗ്രശക്തികൾ പ്രവർത്തിക്കുന്നത് രാത്രിയിലാണ്. ആ സമയത്ത് ഭദ്രകാളിയുടെ രക്ഷാശക്തി ശക്തമാകും. നെഗറ്റീവ് എനർജികൾ ശാന്തമാകും. ഭയം, കഷ്ടം, ദോഷം എന്നിവയുടെ വികാരം ക്ഷയിക്കും. അതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലും കാളിയാമ ഭദ്രകാളി പൂജ അതീവ ശക്തിയുള്ളതായി കണക്കാക്കുന്നത്. പല ഭടന്മാരും പൂജാരികളും ആചാര്യ വിദ്യാഭ്യാസികളും പറയുന്നത് കാളിയാമം ഭദ്രകാളിയുടെ ശ്വാസമാണ്. ആ സമയത്ത് മനസ്സ് തുറക്കുന്നവർക്ക് ദേവി മറുപടി നൽകും. ഇനി നമുക്ക് നോക്കാം ഏത് ദിവസങ്ങളിലാണ് കാളിയാമം ഏറ്റവും ശക്തിയുള്ളത്. 1. ചൊവ്വാഴ്ച. ചൊവ്വ ശക്തിയുടെ ദിനം. ഭദ്രകാളി, ഭഗവതി, ദുർഗാദേവി ഇവരുടെ അനുഗ്രഹം ഈ ദിവസത്തിൽ ഒരു പടി കൂടുതൽ. പുരാണങ്ങൾ പറയുന്നു ദേവി ഭക്തന്റെ ധൈര്യത്തെ ഇരട്ടിയാക്കുന്ന ദിനം. 2. വെള്ളിയാഴ്ച. ലക്ഷ്മിയുടെ ദിനം. പക്ഷേ ഭദ്രകാളിയോടും ലക്ഷ്മിയോടും അടുക്കുന്ന ശുദ്ധശക്തി വെള്ളിയാഴ്ച നിലനിൽക്കും. ഈ ദിവസം നടത്തുന്ന കാളിയാമ പൂജ സ്ത്രീകളുടെയും ആരോഗ്യത്തിന് ശാന്തി നൽകും. വീട്ടിലെ ക്ലേശം നീക്കും. കുടുംബത്തിൽ സമൃദ്ധി കൂട്ടും. 3. പൗർണമി. ചന്ദ്രൻ്റെ തേജസ്സിൻ്റെ ആദ്യ ശക്തി. ഊർജപരമായി മനുഷ്യൻ്റെ ഹൃദയം ഏറ്റവും തുറന്നിരിക്കുന്ന ദിവസം. പൗർണമിയിലെ കാളി പൂജ മോക്ഷാനുഭൂതി നൽകും. ആത്മീയ ദർശനം വർദ്ധിപ്പിക്കും. ഭയങ്ങളും ആശങ്കകളും നീക്കും. 4. അമാവാസി. അന്ധകാരത്തിൻ്റെ രാജാവ്. താമസിക ശക്തി ഏറ്റവും ഉയരുന്ന ദിവസം. ഭദ്രകാളി അദൃശ്യ ശക്തികളെ നിയന്ത്രിക്കുന്ന ദേവിയാണ്. അമാവാസി കാളിയാമം നിഗൂഢ ദോഷങ്ങൾ നീക്കും. രോഗങ്ങൾ, ശാപങ്ങൾ തുടങ്ങിയ പരാതികൾ കുറയും. പിതൃദോഷവും ശമിക്കും. 5. ഭരണി നക്ഷത്രം. യമധർമ്മന്റെ നക്ഷത്രം. ഭരണിയിൽ ചെയ്യുന്ന ദേവീ പൂജ ജീവിതത്തിലെ കരുത്ത് വർദ്ധിപ്പിക്കും. പഴമക്കാർ പറയുന്നത് ഭരണി രാത്രിയിലെ ഭദ്രകാളി പൂജ 100 സാധാരണ പൂജകളുടെ ഫലം. 6. നവരാത്രി. ദേവിയുടെ 9 രാവുകൾ. ദേവിയുടെ 9 ശക്തികൾ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നു. കാളിയാമം നവരാത്രിയിൽ ദേവിയുടെ ശക്തി നേരിട്ട് അനുഭവിക്കപ്പെടും. വീട്ടിൽ സുഖവും സമാധാനവും വരും. ശ്രദ്ധിച്ചാൽ സ്വപ്നങ്ങളിൽ വരെ ദേവിയെ കാണാം. 7. തൃക്കാർത്തിക. ദേവന്മാരുടെ വിളക്കുദിനം. ശക്തിയുടെ പ്രകാശവും ആത്മീയതയുടെയും ഉയർച്ച. ഈ രാത്രിയിലെ ദേവീ പൂജ ജീവിതത്തിലെ ഇരുട്ടുകൾ നീക്കും. ആഗ്രഹസിദ്ധി നൽകും. 8. ദീപാവലി. ദേവിയുടെ പരമപ്രകാശം. ലക്ഷ്മിയും ഭദ്രകാളിയും സംയുക്തമായ ശക്തി നൽകുന്ന ദിനം. ദീപാവലി കാളിയാമം ദാരിദ്ര്യം നീക്കും. ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കും. ഇനി നമുക്ക് നോക്കാം കാളിയാമ പൂജയുടെ ആത്മീയ ഗുണങ്ങൾ. 1. ദോഷങ്ങൾ മാറുന്നു. കണ്ണേറ്, പിശാച്, കെട്ടുവഴി തുടങ്ങിയ നെഗറ്റീവുകൾ ശാന്തമാകും. 2. മനോവിഷമങ്ങൾ കുറയും. അർദ്ധരാത്രിയിലെ ശാന്തതയിൽ മനസ്സ് ശക്തമാകും. 3. ധൈര്യം 10 മടങ്ങ്. ഭദ്രകാളി വീരശക്തി നൽകുന്നു. 4. ഗ്രഹക്ലേശം ശമിക്കും. ബന്ധങ്ങളിലെ ചൂട് കുറയും.
5 ഭാഗ്യം തുറക്കും. പഠനം, ജോലി, ബിസിനസ് അങ്ങനെയെല്ലാം. ഇനി കാളിയാമം വീട്ടിൽ ചെയ്യേണ്ട ശരിയായ മാർഗം: ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക. മുറി ശുദ്ധമായിരിക്കണം. നെഗറ്റീവ് എനർജി ഒന്നുമില്ലാത്ത സ്ഥലം. 2 ഒരു ദീപം മതി. സാധാരണ രീതിയിൽ എള്ളെണ്ണ ദീപം ആയാൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നെയ് ദീപവും ശരിയാണ്. 3 ദേവിയുടെ ചിത്രം രൂപം വയ്ക്കുക. ഭദ്രകാളി, ഭഗവതി, കാളി ഏത് രൂപത്തിലും ചെയ്യാം. ചിലർ ഒരു ചുവന്ന പൂവ് പോലും മതിയെന്ന് വിശ്വസിക്കുന്നു. 4 ഒരു അഗർബത്തി, ശുദ്ധിയുടെ പ്രതീകമാണത്. 5 സത്യസന്ധമായ പ്രാർത്ഥന, വലിയ മന്ത്രങ്ങൾ വേണ്ട. കാളിയാമത്തിൽ മനസ്സിൽ നിന്നുള്ള വാക്കുകൾക്കാണ് ശക്തി. നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന 100% ശരി. അമ്മേ, എൻ്റെ വീട്, എൻ്റെ മനസ്സ്, എൻ്റെ ജീവിതം എല്ലാം നിൻ്റെ സംരക്ഷണത്തിലാണ്. ഇത് വളരെ ശക്തമായ പ്രാർത്ഥനയാണ്. 6 2-5 മിനിറ്റ് ശാന്തമായി ഇരിക്കുക. ദേവിയുടെ എനർജി ആന്തരികമായി അനുഭവിക്കാൻ ഈ നിമിഷം അത്യാവശ്യമാണ്. 7 ഒന്നും ചോദിക്കേണ്ടതില്ല, പക്ഷേ മനസ്സ് തുറക്കുക. എന്ത് വിഷമം, എന്താണ് ഭയം, എന്താണ് തടസ്സം, ദേവിയോട് പറയുക. 8 നന്ദി പറയുക. പ്രാർത്ഥന കഴിഞ്ഞ് അമ്മേ നന്ദി ഇത് പറയുന്നത് നല്ലതായിരിക്കും. കാളിയാമത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും ശക്തിയുള്ള 5 പ്രാർത്ഥനകൾ. 1 സംരക്ഷണ പ്രാർത്ഥന. അമ്മേ കാളി, എൻ്റെ വീടിനെയും കുടുംബത്തെയും ജീവനും മനസ്സും നീ സംരക്ഷിക്കണമേ. ഇത് നെഗറ്റീവ് എനർജി, കുഴപ്പം, ശാപം, ദൃഷ്ടി എന്നിവയെല്ലാം നീക്കാൻ ഉപയോഗിക്കുന്ന ശക്തിപരമായ പ്രാർത്ഥനയാണ്. 2 തടസ്സങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രാർത്ഥന. എൻ്റെ മുന്നിലുള്ള എല്ലാ കെട്ടുകളും തടസ്സങ്ങളും ദുരിതങ്ങളും നീക്കിക്കളയണമേ അമ്മേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ തടസ്സങ്ങളുള്ളവർക്ക് തടസ്സങ്ങളെല്ലാം നീക്കി കിട്ടുന്നതായിരിക്കും. 3 ധൈര്യവും ശക്തിയും ലഭിക്കാനുള്ള പ്രാർത്ഥന. എനിക്ക് എൻ്റെ വഴികളിൽ നടക്കാൻ ധൈര്യവും ശക്തിയും നീ തരയണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഭയം, കോൺഫിഡൻസ് കുറവ് ഇവയ്ക്കെതിരെയുള്ള ശക്തമായ പ്രാർത്ഥനയാണിത്. 4 മനസ്സിലെ വിഷമം തുറന്നു പറയുന്ന പ്രാർത്ഥന. അമ്മേ, എൻ്റെ മനസ്സിലുള്ള എല്ലാം നിന്നോട് തുറന്നു പറയുന്നു. നീ അതെല്ലാം ഏറ്റുവാങ്ങി എന്നെ ശാന്തിയിലേക്ക് കൊണ്ടുപോകണമേ. ഈ പ്രാർത്ഥന മനസ്സിനെ ശാന്തമാക്കും. 5 നന്ദി പ്രാർത്ഥന. എന്നെ കേട്ടതിന് നന്ദി അമ്മേ. നിന്റെ ഇഷ്ടം പോലെ എന്നെ നയിക്കണമേ. നന്ദി പറയുന്നത് അവസാനത്തിൽ ചെയ്യുമ്പോൾ പൂജ പൂർണ്ണമാകുകയും ചെയ്യും. ഇനി നമുക്ക് കാളിയാമത്തിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ നോക്കാം. വളരെ പ്രധാനപ്പെട്ടതാണിത്. 1 ദോഷം ചോദിച്ച് പ്രാർത്ഥിക്കരുത്. അവനെ ശിക്ഷിക്കണം, അവർക്ക് കഷ്ടം വരണം, ഇങ്ങനെയൊന്നും ഒരിക്കലും ചോദിക്കരുത്. കാളിയാമം ശുദ്ധമായ എനർജിയാണ്. ദോഷം മടങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 നെഗറ്റീവ് മനസ്സോടെ പൂജ ചെയ്യരുത്. കോപം, പക, റിവഞ്ച് ഇങ്ങനെയുമായി ബന്ധപ്പെട്ട് ദേവിയെ വിളിക്കരുത്. 3 ആൽക്കഹോള്, നോൺ വെജ്, പുകവലി കഴിഞ്ഞ് പൂജ ചെയ്യരുത്. ശക്തി വളരെ കൂടുതലായതുകൊണ്ട് ശുദ്ധി വളരെ പ്രധാനമാണ്. 4 ദീപം കെടുത്തി കളയരുത്. പൂജയിൽ തെളിച്ച ദീപം സ്വയം കെട്ടതിന് ശേഷം പോരുക, അല്ലാതെ ഊതിക്കെടുത്തരുത്. 5 അനാവശ്യമായി വലിയ മന്ത്രങ്ങൾ പറയാൻ ശ്രമിക്കരുത്. കാളിയാമത്തെ എനർജി സത്യസന്ധതയാണ് ആഗ്രഹിക്കുന്നത്. വലിയ വേദമന്ത്രങ്ങൾ അറിയില്ലെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ ഒന്നുകൂടി പറയാം. പ്രാർത്ഥനയിൽ ചെയ്യേണ്ട 5 ശക്തിയുള്ള പ്രാർത്ഥന. സംരക്ഷണം 1, 2 തടസ്സം നീക്കൽ, 3 ധൈര്യം, 4 മനസ്സിലുള്ളത് തുറന്നു പറയുക, 5 നന്ദി. ഇനി ചെയ്യരുതാത്ത കാര്യങ്ങൾ 5 കാര്യം നമുക്ക് നോക്കാം. 1 ദോഷം ചോദിക്കരുത്.
2 നെഗറ്റീവ് മനസ്സ്. 3 ഭക്ഷണം, പുകവലി, മദ്യം, ശുദ്ധിയില്ലാതെ. 4 ദീപം ഊതിക്കെടുത്തരുത്. 5 വലിയ മന്ത്രങ്ങൾ വേണ്ട. കാളിയാമം പേടിക്കേണ്ട സമയമല്ല. ദേവിയെ ഏറ്റവും അടുത്ത് അനുഭവിക്കാവുന്ന ദിവ്യവാതിൽ. നമ്മൾ മനസ്സ് തുറന്ന് നോക്കിയാൽ എല്ലാ രാത്രിയിലും ഒരു അനുഗ്രഹമാകും. ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.